അച്ഛനെന്തോ പറയാനുണ്ട്? ഈശ്വരാ. മൂപ്പർ എത്തിയൊന്നും അല്ലേ? ഞാൻ 5 വയസ്സ് തൊട്ട് പാടിയിട്ടുണ്ട്. വി റിമെമ്പർ യു ഈവൻ വൺ എ പ്രൈസ് അറ്റ് 5 by singing a Bharatiyar song in Delhi. Can you name any particular individual, a teacher or somebody who has inspired you to go for a singing career rather than a dance career? Because you have studied in Kalakshetra under Rukmini Arundel dance, but you preferred to go for music. What inspired you to go for a singing career? അച്ഛനെന്തൊരു അല്പം അമ്മയെക്കാളും സ്നേഹമുള്ള പോലെ തോന്നുന്നുണ്ട്. ശരിയല്ലേ? എൻ്റെ മദർ ആണ് എൻ്റെ ഹീറോ. ഓ, മമ്മി ഭയങ്കര പെർട്ടിക്കുലർ ആണ്. മമ്മിയുടെ കുട്ടികൾ ദേ ഷുഡ് ബി പക്ക ഇൻ വാട്ട് എവർ ദേ ഡു. ഷീ ഈസ് വെരി പെർട്ടിക്കുലർ. നമ്മൾ നല്ല ഹ്യൂമൻ ബീങ്സ് ആയിരിക്കണം. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം സൊസൈറ്റിക്ക്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വന്നു പോയ ഒരു ഇതുപോലെ ആയിരിക്കരുത്. വി ഷുഡ് ഹാവ് സം സബ്സ്റ്റൻസ്. നമ്മൾ യെസ്, ആൻഡ് നമ്മൾ സബ്സ്റ്റൻസ് ഉള്ള ഹ്യൂമൻ ബീങ്സ് ആയിരിക്കണം. മമ്മിക്ക് അത് ഭയങ്കര പെർട്ടിക്കുലർ ആണ്. പിന്നെ മമ്മിയുടെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ തറോ ആയിരിക്കണം എന്നുള്ളതിന് ഭയങ്കര പെർട്ടിക്കുലർ ആണ് മമ്മി. മമ്മി അങ്ങനെയാണ്. മമ്മിയുടെ ജീവിത സംവിധാനത്തിൽ ഒതുങ്ങുന്ന ആളായിരുന്നില്ല ചിത്ര? ആയിരിക്കാം. പക്ഷെ മമ്മിയുടെ ആ ഒരു കാര്യം അത് ഞാൻ ഭയങ്കരമായിട്ട് അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാൻ ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ് നല്ലപോലെ. ചിത്ര ഒരു സെക്കൻഡ്, ഇപ്പം അച്ഛൻ പറഞ്ഞതിൻ്റെ പോലുള്ള എങ്ങനെയാ ചിത്ര ഒരു ഗായികയാണെന്ന് ചിത്ര തിരിച്ചറിഞ്ഞത്? ഏത് വയസ്സിലാണ്? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഞാൻ ഒരു ഗായികയാണെന്നൊക്കെ. ഐ എം എൻ എന്റർടൈനർ ബേസിക്കലി. മൂന്നാമതൊരാള് ചിത്രയെ നല്ലപോലെ പാട്ടുപാടുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ്? അങ്ങനെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ അതൊരിക്കലും എന്നെ എഫക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ അതിനെപ്പറ്റി ബോദർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പാട്ടുകാരിയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല, ഒരു നർത്തകിയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? പാട്ടുകാരിയാണ്, നർത്തകിയാവണമെന്നല്ല. ഞാൻ ശരിക്കും എന്താ പറയാ, ഡാൻസ് വാസ് സംതിങ് ദാറ്റ് ഗേവ് മി എ ലോട്ട് ഓഫ് ഫ്രീഡം. കർണാടക സംഗീതം കുറെ കാലം അഭ്യസിച്ചില്ലേ ചിത്ര? കുറെ കാലം ഒന്നും അഭ്യസിച്ച് ഞാൻ പഠിച്ചിട്ടില്ല മര്യാദയ്ക്ക്. ഞാൻ കംപ്ലീറ്റ് ഉഴപ്പിയായിരുന്നു. ഞാൻ കർണാടക സംഗീതമൊക്കെ പഠിക്കാൻ പോയപ്പോഴാണ് നല്ലോണം വരെ എൻ്റെ ഇമ്പ്രൂവ് ആയത്. ബിക്കോസ് ഞാൻ ഇരുന്ന് ക്ലാസ്സിലിരുന്ന് മാഷന്മാരുടെ ഒക്കെ കാട്ടും പഠിക്കുമായിരുന്നു. മാഷന്മാരുടെ ചിത്രമാണോ വരച്ചത്? പലപ്പോഴും അങ്ങനെയല്ല. ഏത് ചിത്രമാണ് ആദ്യം വരച്ചത്? അറിയില്ല. ഓ, അങ്ങനെ വര പഠിച്ചത് മാഷന്മാരുടെ മോന്ത വെച്ചിട്ടാണ്? അല്ല, അങ്ങനെയല്ല, സോറി. പക്ഷേ അതായത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ആരാന്ന് അച്ഛൻ ചോദിച്ചു. പിന്നെ ഡാൻസ് എന്ന് പറയുന്നതിന് ഒരുപാട് ഈശ്വര, എൻ്റെ ഡാൻസ് മാഷ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടില്ലല്ലോ? സർപ്രൈസ് ആയിട്ട് വരും, കള്ളം പറയുമ്പോൾ പിടിക്കാൻ വേണ്ടി അയാൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം ഡാൻസ് എന്ന് പറയുന്നതിന് ഒരുപാട് ത്യാഗം ചെയ്യണം, ഒരുപാട് പണിയെടുക്കണം. പിന്നെ ഭയങ്കര ടയറിങ് ആണ് നമ്മളൊരു എന്താ പറയുക, റിയാസ് എന്ന് പറയുന്നത്. എനിക്ക് പൊതുവേ സ്റ്റാമിന ഭയങ്കര കുറവായിരുന്നു. കൈ നനയാതെ മീൻ പിടിക്കണം. കൈ നനയാതെ മീൻ പിടിക്കുന്ന കാര്യമല്ല, എനിക്ക് സ്റ്റാമിന പൊതുവേ കുറവായിരുന്നു. പൊതുവെ എനിക്ക് സ്റ്റാമിന കുറവാണ്. ഞാൻ പെട്ടെന്ന് ടയർഡാവും. ഇത് സ്റ്റാമിന കുറവുള്ള കുട്ടിയാണത്? ആണ്, പക്ഷെ 3 മണിക്കൂർ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ സ്റ്റാമിന കുറവുള്ള കുട്ടിയാണ്? സ്റ്റാമിനയ്ക്കൊന്നും ഒരു കുറവില്ല. എനിക്ക് സ്റ്റാമിന കുറവാണ്. പറഞ്ഞ ചിത്രയ്ക്ക് സ്റ്റാമിന കുറവാണ്? ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഡാൻസിനെ ഒരു കരിയറായിട്ട് എടുക്കണമെങ്കിൽ അത്രയും ഉള്ള ആ ഒരു ഇത് എനിക്കില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പെട്ടെന്ന് തന്നെ. ബട്ട് ഐ കണ്ടിന്യൂഡ് ലേണിംഗ് ഡാൻസ് ബിക്കോസ് എനിക്ക് അതൊരു ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. ചിത്രയുടെ ഒരു അനാട്ടമി പരിശോധിക്കുകയാണെങ്കിൽ ചിത്ര വളരെ ഷൈ ആയിരുന്നു. യു സെഡ് ഇറ്റ്. സ്റ്റേജിൽ കയറാൻ വലിയ മടിയായിരുന്നു, പേടിയായിരുന്നു. ഇപ്പോഴാണ്. ഇപ്പോഴാണ്. ഇപ്പൊ ഇവിടേക്ക് നല്ല പയറുമണി പോലെ ഇരിക്കുകയാണല്ലോ. അതെ, ഉള്ളിങ്ങനെ വിറക്കുന്നുണ്ട്. അല്ല, നേരത്തെ ഫസ്റ്റ് ഇരുന്നപ്പോൾ. നൗ യു ആർ കംഫർട്ടബിൾ? ഇപ്പൊ സത്യം പറയാനുള്ള മൂഡിലേക്ക് വന്നോ? അല്ലെങ്കിൽ ഞാൻ സത്യ പറഞ്ഞത് ഇത്രയും നേരം. ചില കാര്യങ്ങൾ പക്ഷെ പൊതിഞ്ഞു വെച്ചു. ഇല്ല, ഇനി പൊതിയില്ലല്ലോ, എല്ലാം തുറക്കില്ലേ? റൈറ്റ്. ഒരു മൂശാട്ട സ്വഭാവമാണ് ചിത്രയുടെ അടുത്ത സുഹൃത്ത് പറഞ്ഞു. അതേത് സുഹൃത്താണെന്ന് ആദ്യം പറയാം. ചിലപ്പം ഭയങ്കരമായ സ്നേഹം, ചിലപ്പോൾ ഭയങ്കരമായ ഉടക്ക്, ചിലപ്പം ഭയങ്കരമായ അലമ്പ്, ചിലപ്പം ഭയങ്കരമായ വട്ട്. അത് ജീനിയസിന്റെ ലക്ഷണമാണ്. ഓ, യു ആർ എ ജീനിയസ്. I was waiting to interview a genius here.
At last. See, there's a thin line between insanity and genius. Exactly. I'm at that thin line. ഒരു തലനാരിഴയുടെ വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസത്തിൽ വേണം ഇൻസാനിറ്റി ആകാം. അല്ലല്ല, insanity-ലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എക്സെൻട്രിക് എന്ന കാര്യം സംഭവിച്ചു. See, all great people are eccentric. Don't be so philosophical when I ask a straight question to you. മാഡം, എത്ര പേര് ചിത്ര നിനക്ക് വട്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഒത്തിരി പേര് പറഞ്ഞിട്ടില്ലേ? ചിത്രയുടെ അടുത്തൊരു സുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാരാ? വേണം നോക്കിയോളൂ, ഗായത്രി പറഞ്ഞിട്ടുണ്ട്. ഈശ്വരാ, God. ചിത്രയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്കൊരു ദിവസം മുഴുവൻ എനിക്ക് സംസാരിക്കാനുണ്ടാവും. ഷീ ഈസ് വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്. എനിക്ക് എന്ത് വേണമെങ്കിൽ തുറന്നു പറയാൻ പറ്റും, ചീത്ത വിളിക്കാൻ പറ്റും. ഐ ലവ് ചിത്ര സോ മച്ച്. ചിത്രയ്ക്ക് ആക്ച്വലി നല്ലൊരു ശതമാനം ഷീ ഈസ് കംപ്ലീറ്റ്ലി മാഡ്. ഷീ ഈസ് സച്ച് എ ക്രേസി വുമൺ. ഞാനിടയ്ക്ക് ആലോചിക്കും ഇത്രയധികം എക്സെൻട്രിസിറ്റീസ് വെച്ചിട്ടും ചിത്ര ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ബട്ട് ഷീ ക്യാൻ ഗെറ്റ് അവേ വിത്ത് എവറിത്തിങ് എന്നുള്ളതാണ്. കാരണം ഡീപ്പ് ഇൻസൈഡ് ചിത്ര വളരെ വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. ചിത്രയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചിത്ര അത് ഓണസ്റ്റായിട്ട് തുറന്നു പറയും. ആ ലെവൽ ഓഫ് ഒരു ഓണസ്റ്റി നമുക്ക്, അങ്ങനത്തെ ഒരു ക്ലീൻ ഹാർട്ട് കണ്ടെത്താൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ചിത്ര, എനിക്ക് കരച്ചിലൊക്കെ വരാം. you are crying? Yes, you are weeping. Of course. I'm touched. Because I have the same feelings for her. She's a beautiful human being. ഈ പറയുന്ന ആൾക്ക് പറ്റില്ല എന്നാണോ? I love her very much. Yes. Okay. I'm okay. ശരിക്കും വട്ട. സ്നേഹം കൂടുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നൂലേ? കരച്ചിൽ വരില്ലേ? അച്ഛൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണോ? അല്ല. എന്റെ മേക്കപ്പ് മൊത്തം പോവും. കരഞ്ഞു നിങ്ങൾ എന്ത് ഭീകരൻ, ക്രൂരൻ, മുടവ. ഇത് കണ്ടില്ലേ? അല്ല, ഒളിക്കുക. ആരാ കരയാൻ പറഞ്ഞത്? Who asked you to cry? Because she said such cute things, such sweet things. Gayatri, stupid woman. ഗായത്രി ഇതുപോലെ തന്നെ വട്ടല്ലേ? സംശയമില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഗായത്രി, പ്ലീസ് സ്പെയർ മീ. ഷീ മേഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്. ഗായത്രിക്ക് വേറെ വട്ടം കൂടി ഉണ്ട്. ഏത് വട്ടാ അത്? സ്പിരിച്വാലിറ്റി വട്ട്. ആ, ചിത്രക്കില്ലേ? ഉണ്ട്. എൻ്റെ വേറൊരു സ്പിരിച്വാലിറ്റി വട്ടാണെന്നേ ഉള്ളൂ. ആണല്ലേ? Yeah. ഈ എല്ലാ വട്ടുകളും കൂടി ഇങ്ങനെ ചേരുമ്പോൾ എന്താ സ്ഥിതി? ഞങ്ങളൊക്കെ ജീനിയസിന്റെ ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ എന്ത് മനസ്സിലാക്കാത്ത? ഓക്കെ ജീനിയസ്, ലെറ്റ് us come to the topic. റൈറ്റ്? ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ വേണമെങ്കിൽ ചിത്ര could have taken it as an offense. എന്തോന്ന്? ബ്രിട്ടാസ് പറഞ്ഞു ചിത്രയ്ക്ക് വട്ടാണ്. ചിത്രയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പറയണു ഇവൾക്ക് മുഴുവട്ടാണ്. ഇവൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇത് ഈ വട്ടെല്ലാം ചെയ്ത ശേഷം ഷീ വിൽ ട്രൈ ടു ഗെറ്റ് അവേ. അതിനുള്ള നേക്കുണ്ട്. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചനുണ്ട്. അങ്ങനെയല്ല അവൾ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ട്വിസ്റ്റ് ചെയ്യണം അവളുടെ നോ വാക്കുകൾ. സർ, യു വാണ്ട് മീ ടു റിപ്പീറ്റ് ഇറ്റ്? Yeah, she said that വട്ടാണെങ്കിൽ പോലും she gets away with it. വാട്ട് ഡസ് ഇറ്റ് മീൻ? വട്ട് കാണിച്ചിട്ട് ഗെറ്റ് അവേ അല്ല അവൾ പറഞ്ഞത്. വട്ട് കാണിച്ചാലും ഗെറ്റ് അവേ എന്ന് അതല്ലേ ഉദ്ദേശിച്ചത്? അതാ പറഞ്ഞേ. കട്ട മാത്രം പോരാ, നിൽക്കാനും പഠിക്കണം. പഴമൊഴിയാ. അതൊന്നും എനിക്കറിയില്ല. കക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. കക്കാൻ പോയിട്ടില്ല? എത്രയോ ആൾക്കാരുടെ ഹൃദയം കവരാൻ വേണ്ടി ചിത്ര പാടുപെട്ടു. നിങ്ങൾ പോയട്രി. നോ പോയട്രി മാം. ആൾക്കാരുടെ ഹൃദയം കക്കാൻ പോയി. ആ, അടിപൊളി. അടിപൊളിയൊന്നുമല്ല. ഞാൻ അതിലേക്ക് വരട്ടെ. എന്നാല് വന്നു കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയം എടുത്ത് അമ്മാനെ മാടിയില്ലേ? അതാരാ? കുറേ ചെറുപ്പക്കാരന്മാരുണ്ടായിരുന്നു. ഏതാന്ന് സ്പെസിഫിക് ആയിട്ട് പറയണം. എത്ര ചെറുപ്പക്കാരുണ്ടായിരുന്നു? കുറേ ഉണ്ടായിരുന്നു പുറകെ നടക്കുന്ന. പുറകെ നടന്നു. ചിത്ര പുറകെ നടന്ന ചെറുപ്പക്കാരനുണ്ട്. ശരിയാ, ഞാനും ഒരാളുടെ പുറകെ നടന്നിരുന്നു. പുറകെ നടന്നു എന്നല്ല, ഭ്രാന്തോടെ നടന്നു. അങ്ങനെ ഭ്രാന്തോട് നടക്കാനൊന്നും പറ്റില്ല. കാസർഗോഡ് കോളേജിൽ തല്ലിക്കൊല്ലും. ചിത്ര, ഒരുപക്ഷെ നമ്മളൊന്നും കാണാത്ത അത്ര പ്രണയത്തിൻ്റെ ഒരു അഭിനിവേശം
അതിൻ്റെ നിശ്ചയദാർഢ്യം ചിത്രയ്ക്കുണ്ട്. ഞാൻ ചിത്രേനെ ഇപ്പം പ്രൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എന്നിട്ട് പിന്നെ പൊക്കിയിട്ട് താഴോട്ട് ഇടാമല്ലോ. താഴെ കിട്ടാൽ ഇവിടെ പാവിരിച്ചിരുന്നുണ്ടല്ലോ, ഇവിടെ കിടന്നുറങ്ങാലോ, ഒരു കുഴപ്പമില്ല. ശരിയാ. അതെ.